ഹലോ ഓൾ, ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞനിയൻ ചിട്ടിയും വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. രാവിലെ 7:30 കൂടിയാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടെ അറിയാം. മുട്ടം പമ്പിൽ നിന്നും പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ മൂലമറ്റം കാഞ്ഞാർ റൂട്ടിലേക്ക് തിരിഞ്ഞത്. പിന്നെ കാഞ്ഞാറുള്ള ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നേരെ വാഗമൺ റൂട്ടിലേക്ക് തിരിഞ്ഞത്. പോകുന്ന വഴിക്ക് കണ്ട ഒരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു ഇത്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പിന്നെയും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വാഗമണ്ണിൽ ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ മാറി, ഒരു മഴ വരുന്ന പോലെ മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ വളരെ രസമായിരുന്നു കേട്ടോ അത് കാണാൻ. പിന്നെ നല്ല വ്യൂ ഉള്ള ഒരു സൈഡിൽ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ എടുത്തു. അവൻ എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നേ. അങ്ങനെ അവിടുന്ന് പോകുന്ന വഴിക്ക് കണ്ട വേറെ ഒരു നല്ല വ്യൂ ആയിരുന്നേ ഇത്. ഒരു കുളമാണിത്. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണെത്തി ആദ്യം പോയത് ഈ പൈൻമരത്തോട്ടത്തിലേക്കായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഓരോ സിനിമകളുടെ പാട്ട് സീൻസും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോയ ഒരു ഓർമ്മയും മൈൻഡിലേക്ക് വന്നു. പിന്നെ അവിടെ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ബഹളം തന്നെയായിരുന്നു. എൻ്റെ മെയിൻ ക്യാമറാമാൻ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വാഗമണ്ണിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് ഞങ്ങൾ പാർക്കിലേക്ക് എൻട്രി ചെയ്തത്. അവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നേ. പാരാഗ്ലൈഡിങ്, സിപ്പ് ലൈന്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക്. ഞങ്ങൾ ഒരിടത്തും കയറിയൊന്നുമില്ല. അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് പാർക്കിൻ്റെ അകത്തുള്ള ഒരു ടവറാണ്. ഞങ്ങളതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നല്ല കോടമഞ്ഞ് ഇങ്ങനെ വീശുന്ന ഒരു നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ബോട്ടിങ്ങിൻ്റെ അടുത്തേക്കായിരുന്നു. കയാക്കിംഗ് ആണ് ഞങ്ങൾ ചെയ്തത്. എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ ഒരുപാട് പേടിച്ചെങ്കിലും നല്ലൊരു ത്രില്ലിങ് എൻജോയ്മെൻറ്റ് ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് വാഗമണ്ണിലെ തന്നെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈനിലേക്കായിരുന്നു. എൻ്റെ മനസ്സിലിത് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ കുറേ പേടിച്ചിട്ടാണ് ഇതിലേക്ക് കയറിയത്. അതുകൊണ്ട് ആദ്യം ആ തുടക്ക സമയത്തൊന്നും ഞാൻ കണ്ണ് തുറന്നില്ല. ഒരു ഹാഫ് എത്തിയപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്നപ്പോൾ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റിയത്. മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ എത്തിക്കഴിഞ്ഞപ്പം അറിയാതെ എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. അത്രയ്ക്കൊരു ഫീലായിരുന്നു ഈ സിപ്പ് ലൈൻ. ഒരിക്കലും ഞാനത് മറക്കില്ല. സിപ്പ് ലൈനിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന് വാഗമണ്ണിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വളരെ ജോളിയായിട്ടാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചായിരുന്നു. ഞങ്ങളെ ഫാമിലിയിലെ 4 പേര് ഒരുമിച്ചല്ലാതെ ആദ്യമായിട്ടാട്ടോ ഞാനും ചെട്ടി ഒരുമിച്ച് ഒരു ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് വല്ലാത്തൊരു സ്പെഷ്യൽ ബോണ്ടിങ് ഫീലായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പം താങ്ക് യു ഓൾ.